മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ മാറിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി സ്ഥാനം ബിജെപിക്ക് ലഭിച്ചേക്കും. നിതീഷിന്റെ മകൻ നിഷാന്ത് കുമാർ ഉപമുഖ്യമന്ത്രി ആയേക്കും. നിതീഷ് കുമാറിനെ രാജ്യസഭയിലേക്ക് പരിഗണിച്ചേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് നീക്കം. ബീഹാറിൽ നിതീഷ് യുഗത്തിന് അന്ത്യമാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ബീഹാറിൽ നേതൃമാറ്റത്തിനുള്ള ചർച്ചകളും സജീവമായത്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലൂടെ സുഗമമായ ഒരു പദവിയൊഴിയലിന് അവസരമൊരുക്കാനുള്ള ചർച്ചകളാണ് അണിയറയിൽ പുരോഗമിക്കുന്നത്. രാജ്യസഭയിലേക്ക് 5 ഒഴിവുകളുള്ള ബീഹാറിൽ 4 NDA സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാനാകും. ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ അടക്കം 2 സ്ഥാനാർത്ഥികളെ BJP പ്രഖ്യാപിച്ചിരുന്നു. JDUവിന്റെ 2 സീറ്റുകളിൽ ഒന്നിൽ നിതീഷ് മത്സരിക്കാനാണ് നീക്കം. നിതീഷ് കുമാർ പദവിയൊഴിയുമ്പോൾ മകൻ നിഷാന്ത് കുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനാണ് ധാരണ. നിലവിലെ ഉപമുഖ്യമന്ത്രി സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിയാകും. അടുത്ത വർഷം ജൂലൈയിൽ നടക്കാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നിതീഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതായും സൂചനയുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.